നിങ്ങൾ ഈ 10ാം ക്ലാസ്സുകാരൻ്റെ ആവശ്യം ഒന്ന് കേട്ടു നോക്കിയേ. അവൻ വാവിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഒന്ന് കേട്ടു നോക്കാം എന്തായാലും. എൻ്റെ അച്ഛൻ ഈ വാർത്ത എവിടെ വെച്ച് കാണണമെങ്കിൽ അച്ഛൻ വന്ന് എന്നെ എൻ്റെ അനിയത്തെയും സംരക്ഷിക്കണം. അച്ഛൻ നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഉപേക്ഷിച്ച് പോയ അച്ഛനല്ലേ? ആ അച്ഛൻ ഇനി സ്നേഹം കാണുമോ? തിരിച്ചു വന്നാൽ നോക്കൂ. എനിക്ക് എൻ്റെ ഉറപ്പ് സ്നേഹം കാണുമെന്നാണ്. എനിക്കും എൻ്റെ അനിയത്തിക്ക് സംരക്ഷിക്കും. അച്ഛ പെട്ടെന്നിങ്ങി വാ, എന്നെ അനിയത്തിയും കൂട്ടിക്കൊണ്ടുപോയെന്നാണ് അവൻ പറയുന്നത്. ഇങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ കാണും, ഒരു കാരണം കാണും. ആ ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ റീജയെ കാണുന്നില്ല. സമയം ഉച്ചയായി, വൈകുന്നേരമായി, സന്ധ്യയായി. എന്നിട്ടും റീജ തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല. റീജ ഒരു കളക്ഷൻ ഏജൻ്റാണ്. ഇനി വല്ല പിരിവോ കാര്യങ്ങളോട്ടൊക്കെ നിൽക്കുവാണെന്ന് ഈ മകളും മകനും വിചാരിക്കുവാണ്. മകനാണെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുവാണ്, മകളാണെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുക. 2 കൊച്ചു പിള്ളേരാണ് ഈ റീജയ്ക്കുള്ളത്. ചെല്ലാൻ സാധ്യതയുള്ള എല്ലാ വീട്ടിലും ഈ കുട്ടികൾ രാവിലെ മുതൽ അന്വേഷിക്കുകയാണ്. മാമൻ്റെ വീട്ടിൽ പോയി, അവിടെ കാണുന്നില്ല. അയൽവാസികളുടെ വീട്ടിൽ പോയി, അവിടെ പോയി. എല്ലായിടത്തും തിരക്കി, ഒരു പിടിയുമില്ല. അങ്ങനെ പിള്ളേർക്ക് വല്ലാത്ത ടെൻഷനായി. അമ്മയെ കാണുന്നില്ല. ഈ അമ്മയ്ക്ക് ആകെയുള്ളത് ഈ 2 മക്കളും, 2 മക്കൾക്ക് ആകെയുള്ളത് ഈ അമ്മയും മാത്രമാണ്. ഇനി അടുത്ത ചോദ്യം, അച്ഛൻ അവിടെ പോയെന്നായിരിക്കും അല്ലേ? അച്ഛൻ ചെറുപ്പത്തിൽ, അതായത് കുഞ്ഞു പ്രായത്തിൽ ഉപേക്ഷിച്ച് എവിടെയോ പോയിരിക്കുകയാണ്. അതിനുശേഷം റീജയാണ് ഈ മക്കളെയൊക്കെ വളർത്തുന്നത്. ആ മക്കൾക്കാണ് ഇപ്പോൾ അമ്മയില്ലാതെ വന്നിരിക്കുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പിള്ളേർ അന്വേഷിച്ച് മടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച ഇതുപോലെ അമ്മ വന്നില്ല വീട്ടിൽ. അമ്മ വ്യാഴാഴ്ച വരാതെ ഞാൻ നോക്കിയപ്പോഴും അമ്മ വന്നില്ല. പിന്നെ അതിന് ശേഷമാണെങ്കിൽ ഞാൻ വിചാരിച്ച് അമ്മയാണെങ്കിൽ വലിയമ്മയുടെ കളക്ഷൻ അമ്മ കളക്ഷൻ ജോലിക്കാണ് അമ്മ പോണത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരത്തെ കളക്ഷൻ എടുത്തിട്ട് വലിയമ്മയുടെ വീട്ടിലായിരിക്കും അമ്മ പോകാൻ വിചാരിച്ച്. അന്ന് ഞാനും ആ വീട്ടിൽ, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനിയത്തിയാണ് ആ വീട്ടിൽ നമ്മൾ ഉറങ്ങിയത്. ഒന്നും കഴിച്ചില്ല. പിന്നെ വൈകുന്നേരത്ത് വന്നിട്ട് 7 ആയപ്പോഴും അമ്മയെ കണ്ടില്ല. പല സ്ഥലത്തും അന്വേഷിച്ചിട്ടും അമ്മയെ കണ്ടെത്തുന്നില്ല. അങ്ങനെ ഈ 10ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ ഒരു സംശയം വരികയാണ്. ഇനി അമ്മ ആ വീട്ടിൽ പോയിരിക്കുമോ? അങ്ങനൊരു സംശയം അവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അയാളുമായിട്ട് അമ്മയ്ക്ക് കുറച്ച് അടുപ്പമുണ്ട്. ആകപ്പാടെ പോകാൻ സാധ്യതയുള്ള അയാളുടെ വീട്ടിലാണ്. പക്ഷേ 1 മാസവുമായിട്ട് അയാളും അമ്മയും തമ്മിൽ വലിയ അടുപ്പമില്ല. രണ്ടുപേരും പിണങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പോകുമോ അറിയത്തില്ല. എന്തായാലും ആ സംശയത്തോടെ അയാളുടെ വീട്ടിൽ അമ്മ ഉണ്ടാകുമോ എന്നുള്ള ആ ഒരു സംശയത്തോടെ നേരെ ആ പയ്യൻ ആ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഉണ്ടാവുമെന്ന് നിനക്ക് എങ്ങനെ അറിയായിരുന്നു? അമ്മ മുമ്പ് ഇതുപോലെ ഇവരെ കൂടെ ആയിരുന്നു. അപ്പോൾ ഈ വീടൊക്കെ എനിക്കറിയാം. അപ്പോൾ അമ്മ ഇവിടെ വരുമെന്ന് വന്ന് ചെറിയ ഡൗട്ട് അടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ഡോറ് തുറന്ന് തട്ടി നോക്കിയത്. 10ാം ക്ലാസ്സുകാരൻ മകൻ ആ വീടിന് ചുറ്റും, അതായത് അമ്മ പോകാൻ സാധ്യതയുള്ള ആ വീടിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അമ്മയുടെ പേരൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ആ വീട്ടിൽ ആളുള്ളതിൻ്റെ ഒരു ലക്ഷണം പോലുമില്ല. അവൻ്റെ സംശയം, വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുവാണ്. അപ്പോൾ അകത്തിനും കാണുമോ? ഉണ്ടെങ്കിലും ശബ്ദം കേൾക്കേണ്ടതല്ലേ, അമ്മ ഇറങ്ങി വരേണ്ടതല്ലേ? ഇല്ല. ആ സംശയത്തോടെ ഈ 10ാം ക്ലാസ് മകനും 8ാം ക്ലാസ്സുകാരി ആ മകളോട് ചേർന്ന് പോലീസിൽ പരാതി കൊടുക്കുകയാണ്. കാരണം എന്തോ, അമ്മയെ കാണാനില്ല. അങ്ങനെ പോലീസെത്തി ഈ വീട് മുഴുവൻ പരിശോധിക്കുകയാണ്. വാതിലൊക്കെ തല്ലി പൊളിച്ചു കേട്ടോ. അകത്ത് നോക്കുമ്പോഴാണ് എല്ലാവരും ഞെട്ടിപ്പോകുന്ന ആ കാഴ്ച കാണുന്നത്. റീജ നിലത്ത് മരിച്ചു കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കഴുത്തൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കയ്യിലൊക്കെ ഒരുപാട് വെട്ടൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്തെ മുറിയിൽ ഒരാളിങ്ങനെ തൂങ്ങി നിൽക്കുന്നു. ഭയാനകമായ കാഴ്ചയാണ്. ഇനി അടുത്ത ചോദ്യം, ആരായിരിക്കും ആ അപരിചിതൻ അല്ലേ തൂങ്ങി നിൽക്കുന്ന ആൾ? അത് മറ്റാരുമല്ല, റീജയുടെ കാമുകനായ പ്രമോദാണ്. പ്രമോദ് എന്താ ചെയ്യുന്നറിയാമോ? റീജയെ കൊന്നു, അതിനുശേഷം കെട്ടി തൂങ്ങി മരിച്ചു. അങ്ങനെ 4 വർഷമായിട്ട് റീജയും പ്രമോദും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം ഈ വീട്ടിൽ അവസാനിക്കുകയാണ്. 4 വർഷമായിട്ട് ഇവർ ഭയങ്കര സ്നേഹത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒടുവിൽ എന്തോ കാരണം പറഞ്ഞ് റീജയെ കൊന്നു, കാമുകനായ പ്രമോദ് കെട്ടി തൂങ്ങി മരിച്ചു. ഈ ഡോർ ഇതിലേക്ക് കൂടെ ഇങ്ങനെ കൈ ഇട്ടിട്ട് തുറന്ന് ഈ ഡോർ തുറന്ന് അകത്ത് കയറാം. അകത്ത് വീണ്ടും ഹാളിൽ കയറാനാണെങ്കിൽ വേറെ ഡോറാണ്. അത് ഞാൻ കുറേ ഇടിച്ചു നോക്കി, കഥ തുറടാന്ന് കുറേ പറഞ്ഞ്. അപ്പോഴൊന്ന് അത് ഇവർ 2 പേരും മരിച്ചു കിടക്കണം, ഞാൻ അറിഞ്ഞില്ല. ഇനി നമുക്ക് റീജയുടെ കഥയിലേക്ക് വരാം. റീജ എങ്ങനെയാണ് പ്രമോദുമായിട്ട് പരിചയത്തിലാവുന്നത്? റീജയുടെ ഭർത്താവിന് എന്തു പറ്റി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലേ. നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ തേടാം. റീജയ്ക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഭർത്താവിൻ്റെ കുഴപ്പമുണ്ട്. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ തന്നെ കൂതറയാണ്, ചീത്തവിളി എന്ന് വേണ്ട. റീജയ്ക്ക് സ്വസ്ഥത പോലും കാണത്തില്ല. അങ്ങനെ ആ 2 കുട്ടികളൊക്കെ ഉണ്ട്. ആ സമയത്ത് കുട്ടികൾക്ക് സമാധാനമില്ല, റീജയ്ക്ക് സമാധാനമില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ രായ്ക്ക് രാമനും ആ 2 കുട്ടികളുടെ പിതാവിനെ റീജ ചവിട്ടി പുറത്താക്കുകയാണ്. അങ്ങനെ 2 കുട്ടികളെയും കൂട്ടിക്കൊണ്ട് റീജ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഒരു സ്ത്രീ 2 കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അമ്മ ഇതുപോലെ അച്ഛൻ വെള്ളം അടിച്ചുകൊണ്ട് വന്ന് അമ്മ ദേഹോപദ്രവമൊക്കെ ചെയ്യും. അങ്ങനെ വീട്ടിലെ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് അമ്മ ഇറക്കി വിട്ടത്. പക്ഷേ റീജ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഭർത്താവൊന്നുമില്ല, 2 മക്കൾ മാത്രമാണ് കൂട്ട്. അങ്ങനെ താമസിച്ച് വരുമ്പോഴാണ് പ്രമോദ് എന്ന് പറയുന്ന പക്കാ ക്രിമിനൽ അവൻ ചാർജ് എടുക്കുന്നത്. അവൻ്റെ കയ്യിലില്ലാത്ത പണിയൊന്നുമില്ല കേട്ടോ. വെട്ട്, കുത്ത്, മോഷണം എന്ന് വേണ്ട സകല തരികട പരിപാടി അവൻ്റെ കയ്യിലുണ്ട്. ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. പക്ഷേ റീജയ്ക്ക് ഇവൻ്റെ ഉറപ്പ് കൊടുക്കുകയാണ്, എന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കാം, നിന്നെ രാജകുമാരി പോലെ വാഴ്ത്താന്നൊക്കെ പറഞ്ഞ്
ഇവളുടെ മനസ്സ് ഇവൻ കീഴടക്കുകയാണ്. എന്തായാലും പെണ്ണൊറ്റയ്ക്ക് താമസിക്കുകയല്ലേ, ആരും ഒരു ആൺബലം പോലും ഇല്ല. അങ്ങനെ അവൻ്റെ വാക്ചാതുരിയിൽ ഈ റീജ വീഴുകയാണ്. എന്തായാലും തൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കുമല്ലോ. അങ്ങനെ ഭർത്താവായിട്ട് അല്ലെങ്കിൽ കാമുകനായിട്ട് ഇവൻ ചാർജ് എടുക്കുകയാണ്. ആരുടെ ജീവിതത്തിൽ? റീജയുടെ ജീവിതത്തിൽ. മക്കളെ രണ്ടുപേരെയും നന്നായി നോക്കാം എന്നുള്ള റീജയ്ക്ക് കൊടുത്ത ഉറപ്പ് ഇവൻ പാലിക്കുകയാണ്. പക്ഷേ മക്കളിൽ ഒരാളെ അവൻ നന്നായിട്ട് നോക്കി, ആ പെൺകൊച്ചിനെ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെൺകുട്ടി അവൻ നന്നായിട്ട് നോക്കി കേട്ടോ. ഞാൻ പറഞ്ഞതിനർത്ഥം മനസ്സിലായല്ലോ. ആ പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഇവൻ പീഡിപ്പിക്കുകയാണ് പല ദിവസങ്ങളിലും. പെൺകുട്ടിക്ക് ഇത് പുറത്ത് പറയാൻ പോലും പറ്റുന്നില്ല. ഇനി അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയുന്നൊക്കെ ഉള്ള ആ ഒരു പേടിയോടെ ഈ പീഡനമല്ല ആ പാവപ്പെട്ട പെൺകുട്ടി ആ ചെറിയ വീട്ടിൽ നിന്നുകൊണ്ട് സഹിക്കുവാണ്. അവൻ ആ പെൺകുട്ടി പീഡിപ്പിച്ചു. എൻ്റെ അനിയത്തി ഇതുപോലെ ഇയാൾ ഇതുപോലെ ഇതൊന്നും ചെയ്തിട്ടുണ്ട്, പോസ്കോ ആയിട്ടുണ്ട്, പോക്സോ കേസായിട്ട് കേസായിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ ആയിരിക്കും. അമ്മയുടെ കാമുകനായി പ്രമോദിൻ്റെ പീഡനം ഈ കൊച്ചു ഓരോ ദിവസം ഇങ്ങനെ സഹിക്കുവാണ്. അമ്മ ചിലപ്പം വഴക്ക് പറയും, അതുകൊണ്ട് അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിവൃത്തി കെട്ട് രണ്ടും കൽപ്പിച്ച് ഈ പെൺകുട്ടി സ്കൂളിലെ അധ്യാപകരോട് ഈ വിവരം പറയുകയാണ്. പിന്നെ ഞാൻ പറയണ്ടല്ലോ, കേസായി പുകിലായി. പ്രമോദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. പോക്സോ കേസിൽ പ്രതിയാണിപ്പോൾ പ്രമോദ്. അങ്ങനെ കുറച്ച് നാൾ ജയിലിലേക്ക് കിടന്ന് ജാമ്യത്തിൽ ഈ പ്രമോദ് പുറത്തിറങ്ങിയാണ്. അവൻ്റെ മനസ്സിൽ നല്ല ദേഷ്യമുണ്ട് റീജിയോട്, ആ പെൺകൊച്ചിനോടൊക്കെ. പക്ഷേ അവനത് മറച്ചു വെക്കുകയാണ്. എങ്ങനെയെങ്കിലും റീജിയുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടണം. കാരണം കേസിന് ഊരി പഠിച്ച് പോകണമല്ലോ. അവൻ്റെ മനസ്സ് മിഥ്യാധാരണയാണ്. അവളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ കേസിന് രക്ഷപ്പെടാമെന്നൊക്കെയുള്ള ചിന്ത അവനെ എങ്ങനെ ഭരിക്കുകയാണ്. അങ്ങനെ തന്ത്രപൂർവ്വം റീജിയുമായിട്ട് വീണ്ടും ആ ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. അങ്ങനെ പലപ്പോഴും കാണുന്നു, തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു, കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഈ റീജ വഴങ്ങി കൊടുക്കുന്നില്ല. കാരണം ഈ കേസുമായിട്ട് അവൾ മുന്നോട്ട് പോവുകയാണ്. കാരണം തൻ്റെ പെൺകൊച്ചിനെ പീഡിപ്പിച്ച ലോകം മുഴുവൻ അറിഞ്ഞു. ഇനിയിപ്പോൾ മറച്ചു വെച്ചൊരു കാര്യമില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും തന്ത്രപൂർവ്വം ഈ പ്രമോദ് ഈ സ്ത്രീയെ വീട്ടിലേക്ക് വിളിക്കുന്നു. അങ്ങനെ വീണ്ടും ആവശ്യപ്പെടുകയാണ്, എന്നെ ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ, നീ കേസോട്ട് മുന്നോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ റീജ വഴങ്ങുന്നില്ല. ഇനിയിപ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ല, താൻ നാണം കെട്ടു. ആ നാണം കെടാൻ കാരണക്കാരി ആരാ? റീജ എന്ന് പറഞ്ഞ ഈ സ്ത്രീയാണ്. അതൊക്കെ അവൻ്റെ ചിന്ത കേട്ടോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് റീജയെ വെട്ടി കൊല്ലുകയാണ്. അങ്ങനെ റീജ മരിച്ചു കിടക്കുന്നു. ഇനി തനിക്കൊരു ജീവിതമില്ല എന്നും പറഞ്ഞ് ഒരു മുഴം കയറിൽ അവനും അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കൊല്ലാനുള്ള കാരണം ആ പുള്ളിക്കാരനാണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച ഇന്ന് അറസ്റ്റ് വാറണ്ടാണ്. ഇന്ന് ആ പുള്ളിക്കാരന് അറസ്റ്റ് വാറണ്ടാണ്. അപ്പോഴങ്ങനെ കേസ് പോലീസ് പിടിച്ച 20 വർഷത്തെ ഒരു തടവാണ്. അതുകൊണ്ടാണ് ഞാൻ ആളുകൾ പറഞ്ഞാണ് കേട്ടത് 20 വർഷം തടവാണ്. ആ തടവ് ആണ്ടായിരിക്കും അമ്മയെ കൊന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവിനാണ്. യഥാർത്ഥത്തിൽ ആ രണ്ട് മക്കളുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയും. അവരൊരുപാട് പ്രതീക്ഷിച്ചില്ലേ, ഒരാൾ വന്ന് കയറുമ്പോൾ തങ്ങളെ പൊന്നുപോലെ നോക്കും, തങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുമെന്നൊക്കെ ആ പാവപ്പെട്ട കുട്ടികൾ വിചാരിച്ചു. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ചതി നടത്തിയത് ആ റീജ എന്ന് പറഞ്ഞ സ്ത്രീ തന്നെയാണ്. ഇവൻ പക്കാ ക്രിമിനലാണെന്ന് ആ സ്ത്രീക്ക് അറിയാമായിരുന്നു. ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, വേറെയും പീഡന കേസുകളൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ആ ക്രിമിനലെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച റീജയാണ് യഥാർത്ഥത്തിൽ ഇവിടെ തെറ്റുകാരി. എനിക്ക് നല്ല ഉറപ്പുണ്ട് അച്ഛൻ ഇതുപോലെ വന്നാൽ നമ്മളെ നോക്കും, എന്നെ എൻ്റെ അനിയത്തിയെ നോക്കുമെന്ന് നല്ല ഉറപ്പുണ്ട് എനിക്ക്. അപ്പോൾ എന്തെങ്കിലും ബന്ധുക്കളാരും സഹായത്തിനൊന്നുമില്ല നമുക്ക്. അപ്പോൾ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? ഞാൻ പറയുന്നത് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഈ വാർത്ത എവിടെ വെച്ച് കാണണമെങ്കിൽ അച്ഛൻ വന്ന് എന്നെ എൻ്റെ അനിയത്തെയും സംരക്ഷിക്കണം. ഒരാൾ 2ാം കെട്ട് കെട്ടുന്നതിനോടൊന്നും നമ്മൾ വിയോജിക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തർ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്, മൗലികത തന്നെയാണ്. പക്ഷേ ഈ വന്നു കയറുന്നവൻ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവർക്കൊരു സുരക്ഷിതത്വം ഒരുക്കുമോ എന്നുള്ള കാര്യം കെട്ടാൻ പോകുന്ന സ്ത്രീയും ചിന്തിക്കണം, കെട്ടാൻ പോകുന്ന പുരുഷനും ചിന്തിക്കണം. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടുന്ന കുട്ടികളുടെ ഭാവി ജീവിതം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരാളെ മാത്രമേ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കാവൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.